ആദ്യ ദർശനത്തിൽ ഒരുപാട് അകലങ്ങളിൽ നിൽക്കുന്ന ധ്രുവങ്ങൾ പിന്നീട് വളരെയധികം അടുത്തെത്തും. അവർ തമ്മിൽ ഊഷ്മളമായ ഒരു ബന്ധം ഉടലെടുക്കുകയും ചെയ്യും. വളരെ പ്രശസ്തനായ റഷ്യൻ എഴുത്തുകാരൻ ഷെർലോക്കോവിന്റെ ഈ പ്രശസ്തമായ ഉദ്ധരണി മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ട് നിശബ്ദമായി തന്നെ ഈ വേദിയിൽ റിസർവ്ഡായി മത്സരിക്കുകയും ഊഷ്മളമായ ഒരു ബന്ധം വളർത്തുകയും ചെയ്ത ജെറൻ ജോൺ എന്ന മത്സരാർത്ഥി 10,000 രൂപയ്ക്ക് വേണ്ടിയുള്ള 3ാം റൗണ്ട് മത്സരത്തിന് ഈ നിമിഷം ഈ വേദിയിലേക്ക് എത്തുകയാണ്. ജെറൻ, പ്ലീസ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ആദ്യം കാണുമ്പോൾ, കണ്ടുമുട്ടുമ്പോൾ പരസ്പരം താല്പര്യമില്ലാത്തവരെ പോലെ പെരുമാറുന്ന വ്യക്തികൾ പിന്നീട് ഊഷ്മളമായ വേർതിരിച്ച് മാറ്റാൻ കഴിയാത്ത ഒരു ആത്മബന്ധത്തിന് ഉടമകളായി മാറും. അല്ലെ? സ്വപ്ന സത്യൻ, എന്റെ അഭിപ്രായത്തിനോട് സ്വപ്ന യോജിക്കുന്നു അല്ലെ? ആദ്യം കാണുമ്പോൾ വലിയ താല്പര്യം തോന്നിക്കാതിരുന്നാലും പിന്നീട് ഊഷ്മളമായ ഒരു ബന്ധം അവർക്ക്. And sir, is it approved? Yes, it is approved. Yes, it's approved. ഭൗതിക കേരളത്തിന്റെ പ്രതീകമായ ചിന്തരവി എന്ന ശ്രീ രവീന്ദ്രൻ, ശ്രീ RS പ്രദീപ് എന്നീ പാനൽ അംഗങ്ങൾ താങ്കൾ വിചാരിച്ച പേര് അപ്രൂവ് ചെയ്തു. 10,000 രൂപയ്ക്ക് വേണ്ടിയുള്ള ഈ 3ാം റൗണ്ടിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജെറൻ ജോണിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഊഷ്മളമായി തന്നെ നമുക്ക് പ്രവേശിക്കാം യാഗം. ഇന്ത്യൻ? യെസ്. പുരുഷൻ? യെസ്. ജീവിച്ചിരിപ്പുണ്ട്? നോ. മലയാളി? യെസ്. രാഷ്ട്രീയം, കല, സാഹിത്യം ഇവയിലൊന്നാണോ പ്രധാന മേഖല? ഉണ്ട്, ഇതിലൊന്നുണ്ട്. അതിലൊന്നുണ്ട്, പ്രധാനം അതല്ല. മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം എന്നിവയിലൊന്നാണോ പ്രധാന മേഖല? യെസ്. മതപരം, ആത്മീയം എന്നിവയിലൊന്ന്, അല്ലെങ്കിൽ മതപരം, ആത്മീയം ഇവയുമായി ബന്ധപ്പെട്ടതാണ്? യെസ്. സാമൂഹ്യ പ്രവർത്തനമല്ല, മതപരം, ആത്മീയം തന്നെയാണ്. യെസ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകൾ? യെസ്. പത്തനംതിട്ട ജില്ല? നോ. ഐ മീൻ ജന്മം കൊണ്ടോ അതോ? ജന്മം കൊണ്ട്? നോ. 1980 ശേഷം മരണം? 1900 നോ. അല്ല, 1950 ശേഷം മരണം? നോ. Only 12 questions more. യജ്ഞം? ജീവിതത്തിൽ ഏതെങ്കിലും ഗതിയിൽ അദ്ദേഹം ജൈനമതത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടോ? നോ. പേരിനോടൊപ്പം വീട്ടുപേരോ സ്ഥലപ്പേരോ വല്ലതും ഉപയോഗിക്കാറുണ്ടായിരുന്നു? യെസ്. അത് പി എന്ന അക്ഷരത്തിലാണോ ആരംഭിക്കുന്നത്? പി, പ്രദീപ് എന്ന പി. പേരോ അദ്ദേഹത്തിന്റെ പേരിനോടൊപ്പമുള്ള വീട്ടുപേരോ സ്ഥലപ്പേരോ? നോ. പൊയ്കയിൽ എന്ന് പറയുന്നത് പോലെയൊന്നും അല്ല? നോ. കുമാരഗുരുദേവനൊന്നും അല്ല? നോ. AD 1900 ശേഷം വരണം? നോ. 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 ഹൈന്ദവ ആത്മീയ പ്രവർത്തനം? നോ. നോ. യെസ്. ക്രൈസ്തവ ആത്മീയ പ്രവർത്തനം? ക്രൈസ്തവ? യെസ്. യെസ്. അത്ഭുത സിദ്ധികളുള്ള ഒരാളായി അദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടല്ല പ്രശസ്തി. വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? ചെറിയ രീതിയിൽ അത്രേ ഉള്ളൂ. Only 6 questions more. 6 ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു. രാജസൂയ. സി എന്ന അക്ഷരത്തിലാണോ പേരിനോടൊപ്പമുള്ള സ്ഥലപ്പേരോ വീട്ടുപേരോ ആരംഭിക്കുന്നത്? നോ. സിയിലല്ല? നോ. സാഹിത്യവുമായി, മതസാഹിത്യവുമായി ബന്ധപ്പെട്ട ശ്രദ്ധേയമായ സംഭാവനകൾ വല്ലതും അദ്ദേഹത്തിൻ്റെതുണ്ടോ? യെസ്.
അത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതികൾ ഏതെങ്കിലും പി എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്നതാണ്? ഏറ്റവും പ്രശസ്തമായ കൃതികളോ? കൃതി ഇല്ല. നോ. ബൈബിളിന്റെ തർജ്ജമ മലയാള ഭാഷയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. യെസ് യെസ് യെസ്. ജന്മം കൊണ്ട് അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായിരുന്നു. യെസ് ഉറപ്പാണ്? ഉറപ്പാണ്. യെസ്. ക്രൈസ്തവ മത സംബന്ധമായ പ്രവർത്തനങ്ങളാണ്. ബൈ ബർത്ത് ഹി വാസ് എ ക്രിസ്ത്യൻ. യു ആർ ഷുവർ? യെസ് യെസ് യെസ്. അദ്ദേഹത്തിന്റെ പേര് ഓർമ്മിപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്? നോ. Answer please. ആൻസർ പ്ലീസ് എഴുതി കാണിക്കുന്നു. 1900 മുൻപേ മരണമെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ട ഒരു പേരല്ലേ ഈ മഹാനായ പാതിരി, ഈ മഹാനായ അച്ഛൻ? എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. കോൺഫിഡൻറ്റ്? യെസ്. എത്ര ശതമാനം? 50%. ഞാൻ 100% കോൺഫിഡൻറ്റ്. ഓക്കെ 1% കുറയ്ക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ 100% കോൺഫിഡൻ്റ് ആണ്. ഓക്കെ. ജെറിനോ? 50%. 50%. ഞാൻ 100% കോൺഫിഡൻ്റ് ആണ് 10,000 രൂപ ആപ്പിൾ ക്യാഷ് ജെറിൻ സ്വന്തമാക്കി എന്ന കാര്യത്തിൽ. കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് ആരായിരുന്നു ജെറിൻ മനസ്സിൽ? കായംകുളം ഫിലിപ്പോസ് റമ്പാൻ. കായംകുളം ഫിലിപ്പോസ് റമ്പാൻ. കായംകുളം ഫിലിപ്പോസ് റമ്പാൻ. ഫിലിപ്പോസ് റമ്പാൻ.